മലർവാടി ആർട്സ് ക്ലബ്ബ് കാല് നോക്കി ഇനി ചേട്ടൻ കാല് നോക്കി വെച്ചിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അതല്ല ട്രോളാൻ വേണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ട്രോളരുത്. ഞാൻ ഇങ്ങനെ കാല് പൊക്കാൻ വന്ന പെട്ടെന്ന് ഓർത്ത് ഇനി വേണ്ട 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 പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല ചേട്ടാ, വെറുതെ കാലൊന്ന് മാറ്റി വെച്ചതാ. സത്യത്തിൽ കാല് ഉയർത്തി വെച്ചത് കൊതു കടിച്ചിട്ടാണെന്ന് പറയുന്നത്. അവർ രണ്ടുപേരും അങ്ങനെ കാല് ഉയർത്തി വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ, ഞാൻ ആ വീഡിയോ കണ്ടില്ല പക്ഷെ ഈ ട്രോൾസ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂ വന്ന് ഡിസ്കസ് ചെയ്തപ്പം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതൊന്ന് ചെയ്യണം. ട്രോൾ ഇപ്പൊ അജുവിന് കിട്ടിയിട്ടുള്ളത് കണ്ടുകൊണ്ടേൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ട്രോൾ വന്നേക്കുന്നത്. അത് എന്താണ് എക്സ്പ്രഷൻ എന്നൊക്കെ ആൾക്കാർ അടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. കമന്റ്സ് അഡ്മിൻ അയച്ചത്. എന്റെ അഡ്മിൻ അങ്ങനെ ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ട്. സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കാറില്ല, വേറൊന്നും കൊണ്ടല്ല. ഫേസ്ബുക്ക് പിന്നെയും ഇടയ്ക്ക് നോക്കും, കാര്യം അതിൽ എഴുതി വരുന്നത് കൊണ്ട്. മറ്റേത് നമുക്ക് വലിയ ലേണിംഗ് ഇല്ല. വസന്തമാണല്ലോ ബേസിക്കലി, അപ്പൊ പിന്നെ ഇത് കണക്ട് ആവുമല്ലോ. കമന്റ്സിൽ എന്റെ അഡ്മിൻ ഒരു ക്വാളിറ്റി ഉണ്ട്, എല്ലാ നെഗറ്റീവും എന്നെ എത്തിക്കും. അങ്ങനെ ഒരു വലിയ ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മുഹമ്മദ് 11-12 വർഷമായി. ഇവരുടെയൊക്കെ ഭയങ്കര ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് നല്ലതൊന്നും എൻ്റെ ജയ് പറയില്ല, കൂടുതൽ നേരം ക്രിട്ടിസിസം. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിലെ ഈ റിവ്യൂവേഴ്സ് വന്നപ്പോൾ എനിക്ക് വലിയ പുതുമ തോന്നിയില്ല. അവരും കുറ്റം പറഞ്ഞു, ഇവരും കുറ്റം പറഞ്ഞു. എനിക്കിത് പരിചിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പണ്ട് തൊട്ട് എല്ലാവരും പറയണം, ഇവരും പറയുന്നുണ്ട്. കോളേജിൽ പഠിച്ചപ്പോഴും എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ തന്നെയായിരുന്നു, വളരെ ബ്ലണ്ടായിട്ടുള്ള സത്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പം ഈ കണ്ടുകൊണ്ടേനെന്ന് പറയുന്നത് എൻ്റെ അതർ സൈഡ് പറഞ്ഞ പവിത്രം പക്ഷേ എന്നൊക്കെ പറയുന്ന മഹാ ബ്യൂട്ടിഫുൾ റൊമാൻസ് ഉള്ള സിനിമകളായിട്ട് ഞാൻ കാണുന്നു. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്ലൈമാക്സിങ് അല്ലേ, അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സിനിമകളിൽ ത്രില്ലായിപ്പോയി. ഒരു 20-24 വർഷം മുന്നേ ഇറങ്ങി, 23 വർഷം മുന്നേ ഇറങ്ങിയ പടമാണ് കണ്ടുകൊണ്ടേ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 തോന്നുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫോണിൽ ഈ ക്ലിപ്പ് സേവ്ഡാണ്. അന്ന് ഫോണില്ല, ഫോൺ വന്ന കാലം ഡൗൺലോഡ് ചെയ്യാവുന്ന കാലം തൊട്ട്. പണ്ടൊക്കെ നമുക്ക് ഇത് കാണണം, VCR കാണണം, പിന്നെ നമുക്ക് യൂട്യൂബ് വന്നപ്പോൾ അതിൽ കാണാൻ തുടങ്ങി. ഇപ്പം നമുക്ക് എടുത്തു വെക്കാൻ നോക്കുമ്പോൾ ഞാൻ വെച്ചിട്ടുള്ളൊരു ഫോണിലൊരു ക്ലിപ്പാണിത്. ബിക്കോസ് ഹൈറ്റ്സ് ഓഫ് റൊമാൻസ് ആണ് അതിൽ ബാല എന്ന് പറഞ്ഞ ക്യാരക്ടറായി മമ്മൂക്ക ജീവിച്ചേക്കുന്നത്. അപ്പോൾ അത് എന്നിൽ അത്രയും ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫാൻ. അപ്പോൾ ഈ ടോപ്പിക്ക് വന്നപ്പോൾ നാച്ചുറലി കോമാളിത്തരങ്ങൾ കാണിച്ച് ചളിയാവുന്നു, ആൾക്കാർക്ക് വെറുപ്പുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് പതുക്കെ നേരത്തെ പറഞ്ഞ പോലെ സുരാജേട്ടൻ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാര്യം പുള്ളി നമ്മുടെ മുന്നിൽ നമ്മൾ നോക്കിക്കാണുന്ന ഞങ്ങളുടെ മലർവാടി തൊട്ടിന് ഗുരുക്കന്മാരായി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയ സീരിയസ് വേഷങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ കോപ്പി അടിക്കാതെ വേറെ വഴിയില്ലല്ലോ, ആദ്യമൊക്കെ പഠിക്കാതെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചകളിൽ ഇതിനൊരു വാശിയോ എന്തോ വന്ന് ഇത് ഞാൻ ചെയ്യാമെന്ന് ചെയ്തതാണ്. ഇത് ഷൂട്ട് ചെയ്ത് വെച്ചത് അരുൺ ചന്തു ആണ്, സാനിബികർ ഡയറക്ടർ. ഭഗത്തും ഉണ്ട് അവിടെ. കാരണം അവിടുത്തെ ഒരു ഡിസ്കഷൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ടോപ്പിക് വന്നത്. ഇത് പക്ഷേ ഞാൻ മറന്നുപോയി. കഴിഞ്ഞ വർഷമോ അതിന് മുമ്പിലത്തെ വർഷം എന്തോ ചെയ്തതാണ്. ഈ 14 വർഷം ഈ അടുത്ത് മനോരമയിൽ ഒരു ഫീച്ചർ വന്നപ്പം, നമ്മുടെ സുഹൃത്ത് ജെറിൻ ഒരു ഫീച്ചർ ചെയ്തപ്പം ഈ ക്യാപ്ഷൻ ഇട്ടിട്ട് അവൻ അതിനെ അങ്ങനെ ആക്കി. ഇത് ഞാൻ അറിഞ്ഞില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഡ്മിനോടൊന്ന് പറ കൊളാബ് ഇട്ടിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം പിന്നെയാണ് ഞാനിത് അറിയുന്നത്. അപ്പം ആദ്യം ഞാനൊന്ന് ഭയന്നു, ഇതിനെ റോങ് ആയിട്ട് റീഡ് ചെയ്യാം അല്ലേ. എനിക്കുറപ്പല്ലേ ഇത് മത്സരിച്ചാൽ ഒരിക്കലും എത്താൻ പറ്റാത്തൊരു ബാലി കയറാൻ മലയാന്ന് എനിക്കറിയാമല്ലോ, ഞാൻ അത്ര മണ്ടനല്ലല്ലോ. പക്ഷേ നമുക്കിരിക്കുന്ന എല്ലാം ബെസ്റ്റ് ആയതുകൊണ്ട് നമുക്കിതൊക്കെ എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാമല്ലോ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാമല്ലോ, അതിന് അത്രേ ഉള്ളൂ. പക്ഷേ ഓഡിയൻസ് ഭാഗ്യത്തിന് അതിനെ റോങ് ആയിട്ട് എടുത്തില്ല. അവരതിൻ്റെ ഫൺ സൈഡേ കണ്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഇനി സിനിമയിലൊക്കെ ശ്രമിച്ചുകൂടെ. പിന്നെ ഐശ്വര്യ ഇല്ലാത്തോണ്ടാ, ഉണ്ടായിരുന്നെങ്കിൽ അതെ. ഇത് കഴിഞ്ഞപ്പോൾ നിവിൻ എന്നെ വിളിച്ചൊരു ഐഡിയ പറഞ്ഞു. ആ സാധനം എനിക്ക് ഇഷ്ടമായി. ഇത് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തല്ലോ, വേറൊരു കോണ്ടെക്സ്റ്റിൽ ചെയ്തതിനെ ഇങ്ങനെ പ്രസന്റ് ചെയ്തല്ലോ എഡിറ്റിലൂടെ. ഇപ്പൊ നിവിൻ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറൊരു ആംഗിൾ പറഞ്ഞു, വേറൊരു കണ്ടന്റ്. അപ്പൊ
ഞാനത് ചിലപ്പോൾ ചെയ്യും. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കാം. അതെ. പക്ഷേ ഈ ട്രോളുന്നതിനെയും ഭയങ്കര രസമായിട്ട് സ്വാഗതം ചെയ്യുന്നത് പോലെ തന്നെ റിവ്യൂവേഴ്സിനെ പേടിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷത്തിലെ അഭിനയത്തിൽ ആ സീൻ അഭിനയിക്കുന്ന സമയത്ത് വിനീതിനോട് ഡിസ്കസ് ചെയ്തു അത്രേ, അതിനിപ്പോൾ അശ്വന്ത് കോക്കൊക്കെ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ആ അഭിനയത്തെ പോലും അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു അജു അങ്ങനെയൊക്കെ സ്വാധീനിക്കുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ റിവ്യൂസിന് അത്യാവശ്യം ചേർന്ന് പോകുന്ന എൻ്റെ റിവ്യൂസ്, നിങ്ങൾ ഒപ്പത്തിനൊപ്പമാണ്. എൻ്റെ റിവ്യൂവും പുള്ളിയുടെ ഒക്കെ ചിലതായിട്ട് മാച്ച് ആയി പോകാറുണ്ട്. ചിലതൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ മാറിപ്പോകാം. പക്ഷെ സോ എനിക്ക് അതുകൊണ്ട് തന്നെ പുള്ളി എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. അങ്ങനെ ഒരാള് ഇപ്പൊ ഞാൻ പറയട്ടെ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാൻ എനിക്ക് ഓക്കെയാ. സോ ഇറ്റ് വിൽ ഹെൽപ്പ് മീ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷത്തിന് അത്രയും മതി എന്നുള്ളത് എൻ്റെ ഒരു മുൻവിധി. ഇതുകൊണ്ട് വരാൻ കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സിനിമ എടുക്കുന്നത്. ഞാൻ ഭാഗമാവുന്നത് എല്ലാ സിനിമയെന്നും ഞാൻ പറയുന്നില്ല, ഭാഗമാവുന്ന കൊമേഴ്ഷ്യൽ സിനിമകൾ ഓഡിയൻസസിന് വേണ്ടിയിട്ടാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ ഭാഗമാവണ്ടല്ലോ. നമ്മളിവിടെ ഇല്ലല്ലോ, നമുക്ക് പ്രസക്തി പോലും ഇല്ല. അപ്പോൾ യെസ്, അവിടെ ഒരാൾ സെൻസിബിളായിട്ടെന്ന് എനിക്ക് തോന്നി എന്നെ അനലൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളിൽ ഞാൻ അതിൽ നിന്ന് പിക്ക് ചെയ്തെന്ന് മാത്രം. അതേപോലെ തന്നെ നിങ്ങളുടെ കോമ്പോസിൽ എല്ലാവരും ഓപ്പൺനെസ്, ഇപ്പം ട്രോളുന്നത് പോലും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങ് ട്രോളും, നേരിൽ പറയുന്നത് പോലെ തന്നെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ട്രോളും. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. മമ്മൂക്കയും ലാലേട്ടനൊന്നും സത്യത്തിൽ പരസ്പരം ട്രോളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒക്കേഷൻസിലൊക്കെ ആയിരിക്കും, സ്കിറ്റിൻ്റെ രൂപത്തിലേക്കായിരിക്കും. നിങ്ങളല്ലാതെ തന്നെ ട്രോളുന്നുണ്ട്. അതൊരു പുതിയ തലമുറയുടെ നന്മ കൂടിയാണ്. പരസ്പരം ഉള്ള കാര്യങ്ങൾ ട്രോളി തന്നെ പറയുമ്പോൾ അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ധ്യാന ആയിക്കോട്ടെ, അജു ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങൾ ഇപ്പോൾ വിനീതിനെയൊക്കെ വിനീത് ഗുരുവായി കാണുന്ന അവസരത്തിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ട്രോൾ എൻജോയ് ചെയ്തു. അതെ, വിനീതിനൊപ്പം ഞാനും ധ്യാനം ഇരുന്ന് ക്യാരവനിൽ ഇരുന്നിട്ട് നമ്മളുടെ കുറിച്ച് വന്ന ട്രോൾസ് ഒക്കെ നമ്മളിരുന്ന് കണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു ഞാൻ ഇതിനു മുന്നേ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മൾ ഭയങ്കര വിജയങ്ങളെ ചിലപ്പോൾ പിന്നെ മറന്നേ പോകും. എനിക്ക് തോന്നുന്നില്ല, വിജയം വളരെ കുറച്ച് പേരെ ചിലപ്പോൾ അങ്ങനെ ഞാനൊന്ന് വിജയിച്ചിരുന്നു കേട്ടോ. അത് നമുക്ക് പിന്നെ തമാശ പറയാനും ചിരിക്കാനും പറ്റുന്ന എപ്പോഴും പരാജയങ്ങളല്ലേ, ആ അബദ്ധമല്ലേ. അപ്പം അതുകൊണ്ട് അതിനെ ആ ഇതിൽ തന്നെ കാണാം. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറായിരുന്നു ആടിലെ പൊന്നപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ. സത്യത്തിൽ ആടിലെ പൊന്നപ്പൻ നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറായി മാറി. എന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൽ തന്നെ സർബത്ത് സമീർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ആടിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പോർട്രേ ചെയ്തതെന്ന് പറഞ്ഞാൽ അത്രയും രസമായിട്ടാണ്. എല്ലാവർക്കും ഇൻട്രോ സോങ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പൊന്നപ്പനും ആ പെൺകുട്ടിയുണ്ട് മേരി, മേരി പോവല്ലേ എന്നൊക്കെ പറയുന്ന ഡയലോഗാണ് അതിൽ ഏറ്റവും ഹിറ്റായി മാറിയ ഡയലോഗ്സ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഒരു കാരിക്കേച്ചർ പോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ നമ്മളെ ട്രോളാൻ വേണ്ടിയിട്ട് തന്നെ അജു ചിലപ്പോൾ അത് ഉപയോഗിച്ചേക്കാം ആ ക്യാരക്ടർ. അങ്ങനെ ഏതെവിടെയെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞോ. പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. അജുവിൻ്റെ ഒരുപാട് പടങ്ങൾ എടുക്കുമ്പോഴും ഒത്തിരി നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ളപ്പോഴും അത്തരത്തിലുള്ള ഒരുപാട് പടങ്ങൾ ചെയ്തപ്പോഴും ഈ പൊന്നപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് എനിക്ക് ഇഷ്ടം കൂടുതലുണ്ട്. മനസ്സിലായോ? അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറല്ലേ? എനിക്ക് ഒന്നുമില്ലതില്ല, ഗസ്റ്റ് പോലെ വന്ന് മണ്ണിൽ ചെയ്തു. പക്ഷെ അതെന്താണെന്നറിയോ, ഷാജി പാപ്പൻ്റെ അത്രയും ഇഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു സമയത്ത് ഈ മേരി ചതിക്കുന്നത് ഈ തെണ്ടി കാരണമാകുമ്പോൾ ഈ ഫ്രാഡുകളുടെ ഒരു ക്യാപ്സൂളാണ്. മനസ്സിലായോ? ടിപ്പിക്കൽ നമ്മൾ കണ്ട് ശീലിച്ച ബോയിങ്ങിൻ്റെ ഒക്കെ ഒരു ക്യാപ്സൂൾ വേർഷൻ അല്ലേ, ന്യൂജൻ വേർഷൻ ആണത്.